ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 68ന്റെ റിവ്യൂ ആണ്. ഇന്നലെ ഒരു പ്രിയ സുഹൃത്ത് പറയുകയുണ്ടായി, ചേട്ടന് പഴയ ആത്മാർത്ഥതയൊന്നുമില്ല, ചേട്ടനൊരു ആത്മാർത്ഥതയില്ലാതാണ് റിവ്യൂ ചെയ്യുന്നത്, ചേട്ടൻ ഇത് മുഴുവനായിട്ടൊന്നും കാണുന്നില്ല. ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുഴുവനായിട്ട് കാണുന്നില്ല, എനിക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കാണത്തൊന്നുമില്ല. പിന്നെ ഒരു പണി ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് ചെയ്യണ്ടേ എന്നൊക്കെയുള്ള ഭയങ്കര അതിവൈകാരികമായിട്ടുള്ള ഒരു ചോദ്യവും കാണുകയുണ്ടായി. ഇതൊരു പണിയായിട്ട് നമ്മൾ കരുതുന്നില്ല. ഞാൻ ഈ സാധാരണ പ്രേക്ഷകരെ പോലെ വൈകിട്ട് ഈ എപ്പിസോഡ് കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, ലൈവ് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ദിനങ്ങളിൽ കാണുന്നു, അതിൻ്റെ അപ്ഡേറ്റുകൾ തരുന്നു. അങ്ങനെയുള്ള ഒരു ചങ്ങായിയാണ് ഇത്. നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബല്ല. ഇതിലെനിക്ക് വലിയ പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോഴും അവകാശപ്പെടുന്നില്ല. ഞാൻ വേറെ അങ്ങനെ വലിയ സീസൺസ് ഒന്നും കണ്ടിട്ടില്ല. നാട്ടിലെ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോ, അത് വൈകിട്ട് ടി വിയിൽ വരുന്ന ഒരു മൂഡിൽ കാണുന്ന ഒരു സാധാരണക്കാരനെ പോലെ കാണുന്നു, അത് കണ്ടിട്ട് എന്തെങ്കിലും പറയുന്നു, ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കി കണ്ടാൽ മതി കേട്ടോ. പ്രൊഫഷണലായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളുക. ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ, ആത്മാർത്ഥത എന്താണ്? ബോറടിച്ചു കഴിഞ്ഞാൽ അത് കുത്തിപ്പിടിച്ചിരുന്ന് കണ്ടിട്ട് വർണ്ണിക്കുന്നതാണോ ആത്മാർത്ഥത? ഞാൻ എന്നോടല്ല ആത്മാർത്ഥത കാണിക്കേണ്ടത്, ഞാൻ എൻ്റെ സമയത്തോടല്ല ആത്മാർത്ഥത കാണിക്കേണ്ടത്. ഞാൻ ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രേക്ഷകരിലേക്കും അങ്ങനെ ബോറടിച്ച് കണ്ട സാധനങ്ങളുടെ അപ്ഡേറ്റുകൾ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വൈകിട്ടത്തെ എപ്പിസോഡ് പല ആൾക്കാരും സീസൺ കണ്ടില്ലെങ്കിലും കാണാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബോറടിപ്പിക്കുന്ന ലൈവുകളുള്ള ദിനങ്ങളിൽ ആത്മാർത്ഥത അത്ര എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. ഞാൻ അത്ര അധികം ചെയ്യില്ല. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുഖത്ത് ഞാൻ എത്രത്തോളം ഫേക്ക് ആവാനായിട്ട് ട്രൈ ചെയ്താലും എൻ്റെ മുഖത്ത് ഈ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പുച്ഛവും അതേപോലെ തന്നെ താല്പര്യമില്ലായ്മയൊക്കെ മുഖത്ത് കറക്റ്റായിട്ട് തന്നെ വരും. അതൊരു വലിയ അപാകതയാണ്. എനിക്ക് നല്ല പുച്ഛം തോന്നാറുണ്ട്, നല്ല പുച്ചിസ്റ്റാണ് ഞാൻ. ഈ കാര്യത്തിൽ നല്ല പുച്ചിസ്റ്റാണ്. എൻ്റെ മെയിൻ ചാനലിലെ വീഡിയോസും ഇതും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത്. പക്ഷെ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. ഇപ്പോൾ തന്നെ നോക്കി, അടിയുണ്ടായി, അപ്സരയെ ജാസ്മിൻ അടിച്ചു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഉറക്കത്തിൽ നിന്ന് സ്വപ്നം കണ്ടായിരിക്കും, ഇങ്ങനെ ഹെയ്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വപ്നം കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ആരോ പറഞ്ഞ ഏതോ ഒരു കാര്യമായിരിക്കും. ഇപ്പം അടിച്ചു, നാളെ പുറത്തായി, ഈ അടിച്ചു ഇത് പുറത്തായി, അങ്ങനെയുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആശ്രയിക്കുന്ന ഒരു റിവ്യൂവർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ ഇൻസൈഡ് ഇൻഫർമേഷനും കിട്ടാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹം അടിച്ചോ പുറത്തായോ എന്ന് പറഞ്ഞ 5 വീഡിയോ ഉണ്ട്. ഞാൻ അത് 5ഉം കണ്ട്. ആ 5 വീഡിയോ കണ്ടിട്ടും എനിക്ക് മനസ്സിലായത് നാളത്തെ ലൈവ് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സാധാരണ പ്രേക്ഷകനാണ് ഞാനും. ഈ ഇതുപോലെയൊക്കെ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉള്ളൊരു സാധാരണ പ്രേക്ഷകനാണ്. ഇനിയിപ്പോൾ അടിച്ച് ഇത് പുറത്താക്കി കഴിഞ്ഞാൽ ഗെയിം മാറുമല്ലോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പം അടി കൊടുത്തു കഴിഞ്ഞാൽ പുറത്താക്കുന്നതാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ വേറൊരു കമൻറ്റ് ഉണ്ട്, എന്താണ്? അടിച്ചത് എങ്ങനെയാണ് കാണിക്കണത്? അടിച്ചത് ജാസ്മിനാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയുമല്ലോ. അതിനൊക്കെ എന്ത് മറുപടി പറയാനാണ്? അങ്ങനെയുള്ള കുറേ എണ്ണം. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എന്തുവാണ് നമ്മൾ ചെയ്യേണ്ടത്? പുച്ഛം വാരി വിതറയല്ലാതെ നമുക്കൊന്നും ചെയ്യേണ്ടതില്ല. അതേപോലെ മറ്റേ പുറത്തുള്ള മുന്നത്തെ കണ്ടസ്റ്റൻസ് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് പൈസ വാങ്ങിച്ച ആൾക്കാരെ വരെ നമുക്കറിയാം. കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചിട്ട് ഒരു മഞ്ഞ ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തത് ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ്. ഇത് ഇമാതിരി ചീഞ്ഞ പരിപാടി നടക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ നമ്മളത് കാണും, നമ്മളത് മനസ്സിലാക്കും. എന്താണ്? അതാണ് നമ്മുടെ സമൂഹം. അതിനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ വ്യാപൃതരായിട്ട് നിൽക്കണം. അതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയാം, രസമുള്ള സമയത്ത് ചെയ്യാം. വൈകിട്ടൊരു 10 മിനിറ്റ് എപ്പിസോഡ് റിവ്യൂ മസ്റ്റായിട്ട് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ രസമുള്ളതാണ് എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അന്നിരുന്ന് കാണാറുണ്ട്. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി ഇല്ല. ഇപ്പോൾ ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു. പക്ഷേ പിന്നീട് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മോർണിംഗ് ആക്ടിവിറ്റി ഇല്ല, നമ്മൾ വീഡിയോ ചെയ്യുന്നില്ല. നമ്മുടെ സമയത്തിന് വാല്യൂ ഇല്ല. അത് നിങ്ങളുടെ സമയത്തിനും വാല്യൂ ഉണ്ട്, എൻ്റെ സമയത്തിനും വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കാത്തത്, നിങ്ങളെ കാണാനായിട്ട് ഞാൻ കൂടുതൽ ക്ഷണിക്കാത്തതും അതിനെ പ്രൊമോട്ട് ചെയ്യാത്തതും. ഈ ഒരു ഷോ കാണുന്ന സമയത്ത് ആരാണ് കിങ്? അത് കാണുന്ന നമ്മളാണ് കിങ്. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥത, ഇപ്പം ഞാൻ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് അതിനകത്തൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടണ്ടേ? അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മാർത്ഥത കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അല്ല, അതുപോലും കിട്ടാതെ നിങ്ങൾ എന്തിനാണ് വെറുതെ സമയം മെനക്കെടുത്തുന്നത്? അതുകൊണ്ട് ഇതിലൊന്നും അതിവൈകാരികത വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ലെന്നേ. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാണുക, അല്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക. ഇനി എപ്പിസോഡ് റിവ്യൂയിലേക്ക് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ ഫാമിലി വീക്ക് ആണല്ലോ. ഇന്ന് ജിൻഡോയുടെയും നന്ദനയുടെയും വീട്ടിൽ നിന്ന് വന്നു. ജിൻഡോയ്ക്ക് നല്ല തങ്കപ്പെട്ട ഒരു അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അച്ഛനൊക്കെ ഭയങ്കര നൈസാണ്, എല്ലാവരോടും വലിയ സ്നേഹമാണ്. നന്ദനയുടെ അമ്മയും ചേച്ചിയും വന്നു. അവരൊക്കെ പാവം മനുഷ്യന്മാരാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഉള്ള വളരെ രസകരമായിട്ടുള്ള
വളരെ ക്യൂട്ടായിട്ടുള്ള മൊമെന്റ്സ് ആണ് ഇന്ന് ലൈവിൽ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. കണ്ടസ്റ്റൻസിന്റെ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത്, കണ്ടസ്റ്റൻസിനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന സമയത്ത് വീട്ടുകാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ തന്നെ കളിക്കുക, നിങ്ങൾ വീട്ടിലും ഇങ്ങനെയാണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇവർ ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത്. ജിൻഡോയുടെ കാര്യത്തിൽ ജിൻഡോയുടെ അമ്മ പറഞ്ഞത്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ കളിക്കുക, നീ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിക്കേണ്ട, അവർ കുടുംബപരമായിട്ട് അങ്ങനെ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അമ്മ പറഞ്ഞു നിന്റെ ഗെയിം സൂപ്പറാടാ, ഇങ്ങനെ അങ്ങ് കളിച്ചാൽ മതി. നന്ദനയുടെ അമ്മ പറഞ്ഞതും നീ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. വളരെ നൈസായിട്ടുള്ള സംഭവങ്ങൾ. ശ്രീധുവിൻ്റെ അമ്മ വന്ന് ശ്രീധുവിന് ചില്ലർ ഉപദേശങ്ങളൊക്കെ കൊടുത്തപ്പോഴത്തേനും ശ്രീധുവിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. അപ്പോൾ അർജുൻ്റെ ആ ഒരു സമീപനത്തെ ശ്രീധു ഒരു പ്രശ്നമായിട്ടൊക്കെയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ അത് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞ് സ്ഥിരം കോംബോ ഉപദേഷ്ടാവ്, കോംബോയ്ക്ക് ഇടയിലെ ആ ഒരു ആള് റസ്മിൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റസ്മിനെ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ തന്നെ പാതി പ്രശ്നങ്ങൾ തീരും എന്നുള്ളതാണ് എനിക്കിത് കണ്ട സമയത്ത് തോന്നിയത്. ഉറങ്ങിപ്പോയി പട്ടി കുറിച്ചതിന് കണ്ടസ്റ്റൻസിനോട് മാപ്പ് പറയുന്ന ജിൻഡോയാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ടത്. ലേലു എല്ലു പറഞ്ഞ് ജിൻഡോ എല്ലാ ആൾക്കാരോടും മാപ്പ് പറയുകയാണ്. ജിൻഡോയ്ക്ക് വേണമെങ്കിൽ മാപ്പ് പറയാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ഈ ജാസ്മിന്റെ വീട്ടുകാരെ കളിയാക്കി എന്ന് പറയുന്ന ഒരു സംഭവം അത് ഇന്നലെ സിജോയും അതേപോലെ തന്നെ അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരും അത് ഓവറായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അപ്പൊ ഇന്ന് ജിൻഡോ അത് വീണ്ടും പറഞ്ഞ സമയത്ത് ജാസ്മിന് ഫീലായി. ജാസ്മിൻ ആ ഒരു ഫാമിലി പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ അത് പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് അവർ പോയിട്ടാണെങ്കിൽ സംസാരിക്കാമല്ലോ. പക്ഷേ ജാസ്മിൻ അത് ചോദിച്ചപ്പോഴത്തേന് ജിൻഡോ എന്ത് കാണിച്ച്, ജിൻഡോ അത് വേറെ ഒരു രീതിയിലേക്കാക്കി. അവിടെ ഒരു സോറി പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കായിരുന്നു. പിന്നെ ടോപ്പ് പ്ലേയേഴ്സ് ആണ്, രണ്ടുപേർക്ക് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കിടയിലെ ശരി തെറ്റുകൾ എന്നൊക്കെ പറയുന്നത് കമന്റ് ബോക്സിൽ തീരുമാനിക്കാം. നമ്മൾ എന്ത് പറയാനാണ്, രണ്ടും ഒരു ടൈപ്പാണ്. മര്യാദയുള്ള സമീപനം, സംസ്കാരമുള്ള സമീപനം ഇവരിൽ ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല. ഇവർ ടോപ്പ് പ്ലേയേഴ്സുമാണ്, സംസ്കാരമില്ലായ്മയുടെ കാര്യത്തിലും ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ടാൾക്കാരാണ്. നോറയുടെ ഫാമിലിയും ജാസ്മിൻ്റെ ഫാമിലിയും ഒരുമിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റസ്മിൻ അവിടെ പറയുന്നത്. റസ്മിനൊക്കെ എനിക്ക് കണ്ടിട്ട് ഏതാണ്ട് പോലെയായി. റസ്മിനൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വെറുതെ തട്ടിമുട്ടി പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇവിടെ ഫാമിലി വീക്ക് വരെയായി. റസ്മിൻ ഇവിടെ വരെ എങ്ങനെ എത്തി എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയത്തില്ല. ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലാതെ റസ്മിനെ തുണച്ച വേറൊരു സംഗതിയില്ല. റസ്മിൻ ഇപ്പോഴും ഗെയിം അനലൈസ് ചെയ്യാനായിട്ടും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളുമായിട്ട് സൗഹൃദം വെക്കാനായിട്ടും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പിന്നെ ജിൻഡോയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടും റസ്മിൻ മുന്നിലുണ്ട്. ജിൻഡോയിൽ ഒരു പോസിറ്റീവായിട്ട് ഞാൻ കണ്ടത്, ജിൻഡോ ഏതൊരു ഫാമിലി വന്നാലും അവരോട് നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ബാക്കിയുള്ള പല ആൾക്കാരും മാറി മാറി നിൽക്കുന്ന സമയത്തും ജിൻഡോ എല്ലാ ആൾക്കാരുടെ അടുത്തും നേരിട്ട് പോയി ഇടപെടുന്നുണ്ട്. ജിൻഡോയെ അവരൊരു മൂത്ത ഒരാളായിട്ട് കരുതുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ട്. ജിൻഡോ തിരിച്ചു അത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം തലയണ മന്ത്രം ടാസ്ക് ആയിരുന്നു. പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ട ഒരു ടാസ്ക് ആണ്. ജിൻഡോ, സായി, അഭിഷേക്, ശ്രീധു എന്നിവരാണ് ജഡ്ജസ് ആയിട്ടുള്ളത്. കുറേ പഞ്ഞിയുണ്ട്. ആ ഒരു പഞ്ഞിയെല്ലാം കൂടെ ശേഖരിച്ച് കൂടുതൽ തലയിണകൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ടാസ്ക്. മറ്റേ ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പോയിന്റുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ്, ബോണസ് പോയിന്റുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടാസ്കുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്സര ആൻഡ് സിജോ ടണൽ ടീമിൽ നിന്നുണ്ട്. അവരുടെ തലയെണ്ണ ഒന്നും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് അവിടെ നമ്മുടെ ജിൻഡോ വന്നിട്ട് എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ്. ഫില്ലല്ല എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. അതിൽ തല വെക്കാനായിട്ട് പറ്റില്ല. തലയണയുടെ പർപ്പസ് അതുകൊണ്ട് നടക്കില്ല. സായിയാണ് പീപ്പിൾ ടീമിന്റെ തലയണകൾ പരിശോധിച്ചത്. ഒരു പില്ലോ സെലക്ട് ആവുന്നുണ്ട്. അഭിഷേകാണ് ഡെന്നിന്റെ തലയിണകൾ പരിശോധിച്ചത്. അവിടെ റിസ്മിനുണ്ട്, അതേപോലെ തന്നെ പിന്നെ ആര്, നന്ദന. അവർ അഭിഷേകിനെ നല്ല രീതിയിലൊന്ന് കോമഡിയാക്കി വിടുന്നുണ്ട്. അഭിഷേക് പിടിച്ചു നിന്നു, ചിരിച്ചു എന്നുണ്ടെങ്കിൽ പിടിച്ചു നിന്നു. എന്നിട്ട് അവരുടെ എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ്. ശ്രീധു നെസ്റ്റിന്റെ ഒരു പില്ലോ സെലക്ട് ചെയ്യുന്നുണ്ട്. ജാസ്മിൻ ആൻഡ് അർജുനാണ് നെസ്റ്റിൽ ഉണ്ടായിരുന്നത്. നെസ്റ്റ് ആൻഡ് പീപ്പിൾ സമനിലയിൽ ഫസ്റ്റ് അടിക്കുന്നുണ്ട് ഈ ഒരു ടാസ്കിൽ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ. വേറെ വലിയ സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. ഫാമിലി വീക്കിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നാളത്തെ ഫാമിലി വീക്കിൽ കാര്യമായിട്ടുള്ള കണ്ടന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സായി. അപ്പം സായിയുടെ ഫാമിലിയാണ് നാളെ പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ആരാണ്, അപ്സരയാണോ? അപ്സര അതെനിക്കറിയില്ല കേട്ടോ, സോറി. ഏതായാലും സായിയുടെ വീട്ടിൽ നിന്ന് വരും എന്നുള്ള ന്യൂസ് കേട്ടിരുന്നു. മുന്നേ ഒരു വീഡിയോ കണ്ട സമയത്ത് ജിത്തുബായി മാത്രമേ വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേന് ചിലപ്പോൾ സ്നേഹയും അമ്മയോ അച്ഛനോ ആരെങ്കിലുമൊക്കെ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടാവും. അവർ വരട്ടെ. അവർ കുറച്ചും കൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചിതരായിട്ടുള്ള ആളുകളൊക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്തൊരു രസം ഉണ്ടായിരിക്കും. ജിത്തുബായി വന്നായിരുന്നു എന്നുണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിപ്പോയേനെ എന്നൊക്കെ സായി പറയുന്നുണ്ട്. അച്ഛൻ വന്നാൽ ഇഷ്ടമാണ്, പക്ഷേ സായി എത്രത്തോളം കംഫർട്ടബിൾ ആവും എന്നുള്ളത് സായിക്ക് അറിയില്ല. അമ്മയും സ്നേഹയുടെ എന്താ പറയുന്നത്, സ്നേഹത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പെട്ടിയെടുത്തിട്ട് പോകാനായിട്ട് സായി റെഡിയാണ്. അത്രയധികം അതും സായിയുടെ മനസ്സിൽ ഉള്ള ഒരു സംഭവമാണ്. സായിക്കൊട്ട് ഇമോഷൻസ് ഇല്ല എന്നൊക്കെ ആയിരുന്നു വന്നപ്പോൾ പറഞ്ഞത്. പക്ഷേ
ഇവിടെ ഒറ്റയ്ക്ക് ആയപ്പോഴത്തേന് സായി കുറച്ച് ഇമോഷണലായി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു. പണമാണ് വലുത് എന്നൊക്കെ ഒരു ദിവസം മോർണിംഗ് ബാക്കിയുള്ള ആളുകൾ ഉപദേശിക്കുന്ന ഒരു രംഗമൊക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ബന്ധങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യത്വത്തിലേക്ക് സായി വന്നിട്ടുണ്ട്. സായിയുടെ PR എന്ന് വേണമെങ്കിൽ വിളിച്ചു. പക്ഷേ സായി വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കണമെന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ഇന്നും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം വോട്ട് കൊടുക്കേണ്ട ഗെയിമേഴ്സ് വേറെ ഉണ്ട്. സായി ഗെയിം വേറൊരു മോഡലാണ് കളിക്കുന്നത്. സായിക്ക് പ്രയോറിറ്റി ബിഗ് ബോസ് ഗെയിമോ അതിൻ്റെ ഫോർമാറ്റോ ഒന്നുമല്ല. സായിക്ക് വേറെ കുറേ സംഭവങ്ങളാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഗെയിം കളിക്കുന്ന, റിസ്ക് എടുത്ത് ഗെയിം കളിക്കുന്ന ഗെയിമേഴ്സിന് വോട്ട് കൊടുക്കുക. പിന്നെ സീസൺ 6 കപ്പിന് അർഹമായിട്ടുള്ള ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഇല്ല ടോപ്പ് ഗെയിമേഴ്സിലെന്ന് വ്യാപകമായിട്ടുള്ളൊരു പരാതിയുണ്ട്. അത് നമ്മൾ നോക്കണ്ട, വലിയ സംഭവമുള്ള കപ്പൊന്നുമല്ലല്ലോ, ഈ കപ്പല്ലേ. ഈ കപ്പൊക്കെ അവിടെയുള്ള ആർക്ക് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ, അങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലുമൊക്കെ വോട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. വെറുതെ ഇങ്ങനെ നോക്കുക, ആരാണോ നല്ലതായിട്ട് ആ ആഴ്ച തോന്നിയത് അങ്ങോട്ട് കുത്തുക, അത്രേ ഉള്ള പരിപാടി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.